വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC കെമിസ്ട്രി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദ്യുത രാസ സെല്ലുകളെ പറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈദ്യുത രാസ സെല്ലാണ് ഗാൽവനിക് സെല്ല്. രണ്ട് ടൈപ്പ് ഓഫ് വൈദ്യുത രാസ സെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും. ഇപ്പോൾ ഒരു 3 മാർക്കിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നൊരു ചോദ്യമാണ് ഗാൽവനിക് സെല്ലുകളെ പറ്റി. ഗാൽവനിക് സെല്ലുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അത് വരയ്ക്കുന്നത് കൂടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അനലൈസ് ചെയ്ത് പഠിക്കാം. ഗാൽവനിക് സെല്ലുകൾ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ലുകൾ. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് എന്ത്? ഗാൽവനിക് സെല്ലുകൾ. ഒരു ഗാൽവനിക് സെല്ലിന് ഉദാഹരണമാണ് ഡാനിയൽ സെല്ല്. അപ്പോൾ നമുക്കിങ്ങനെ ഡാനിയൽ സെല്ല് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. എങ്ങനെ നിർമ്മിക്കാം? ഒരു ബീക്കർ വേണം, ഏതെങ്കിലും 2 ലോഹങ്ങളെ വേണം. സിങ്ക് ദണ്ടും കോപ്പർ ദണ്ടുമാണ് ഇവിടെ എടുക്കുന്നത്. ക്രിയാശീല ശ്രേണിയുടെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മളിവിടെ 2 ലോഹങ്ങളെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സിങ്ക് ദണ്ടും കോപ്പർ ദണ്ടും എടുത്ത ശേഷം അത് ഇറക്കി വയ്ക്കാനായിട്ട് സിങ്ക് സൾഫേറ്റ് ലായനി, കോപ്പർ സൾഫേറ്റ് ലായനി എന്നിവ എടുക്കുന്നു. പിന്നീട് ഒരു സാൾട്ട് ബ്രിഡ്ജ് വേണം. NH4Cl അല്ലെങ്കിൽ KCl അല്ലെങ്കിൽ KNO3 വേണം. അതുപോലെ തന്നെ ചെമ്പു കമ്പികൾ, ഗാൽവനോമീറ്റർ, വോൾട്ട് മീറ്റർ, LED ബൾബ് എന്നിവ വേണം. നമുക്ക് ഒരു ഡാനിയൽ സെല്ല് വരച്ച് നോക്കാം. എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഇതാണ് സാൾട്ട് ബ്രിഡ്ജ്. Zn എന്ന ദണ്ടിരിക്കുന്നത് ZnSO4 എന്ന ലായനിയിലും Cu എന്ന ദണ്ടിരിക്കുന്നത് CuSO4 എന്ന ലായനിയിലുമാണ്. കണക്ട് ചെയ്തിരിക്കുന്നത് ഗാൽവനോമീറ്ററിലാണ്. അതായത് ഗാൽവനോമീറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ കോപ്പർ ദണ്ടിനെ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും സിങ്ക് ദണ്ടിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും ബന്ധിപ്പിച്ചാൽ ഗാൽവനോമീറ്ററിൻ്റെ സൂചി വലത്തേക്ക് വ്യതിചലിക്കുന്നതായി കാണാനാകും. ഇതിൽ നിന്ന് ഇലക്ട്രോണുകളുടെ പ്രവാഹം സിങ്ക് ദണ്ടിൽ നിന്ന് കോപ്പർ ദണ്ടിലേക്ക് വൈദ്യുത പ്രവാഹം എതിർദിശയിലേക്കാണെന്ന് തിരിച്ചറിയാനാകും. അതായത് ഓരോ ഇലക്ട്രോഡിലും സംഭവിക്കുന്ന പ്രവർത്തനം നോക്കുമ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ്റെ പ്രവർത്തനം Zn ഗീവ്സ് Zn2++2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ആരാണ്? സിങ്ക് ആണ്. കാരണം ക്രിയാശീല ശ്രേണിയിൽ മുൻനിരയിലാണ് സിങ്ക് ഉള്ളത്. അത് നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓക്സീകരണം. കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്ന എന്താണ്? Cu2++2 ഇലക്ട്രോൺ എന്തായി മാറുന്നു? Cu ആയി മാറുന്നു. കോപ്പർ ഇലക്ട്രോഡിൽ നിരോക്സീകരണം നടക്കുന്നു. സിങ്ക് ഇലക്ട്രോഡിൽ നടന്നത് ഓക്സീകരണവും കോപ്പർ ഇലക്ട്രോഡിൽ നടന്നത് നിരോക്സീകരണവുമാണ്. അതായത് കോപ്പറും സിങ്കും. ഇപ്പോൾ ഓക്സീകരണവും നടന്നു, നിരോക്സീകരണവും നടന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡെന്നും ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആരാണ് ഇവിടെ? സിങ്ക് ആനോഡെന്നും നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡെന്നും വിളിക്കുന്നു. കാഥോഡ് ആരാ? കോപ്പർ. അപ്പോൾ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് ഇപ്രകാരം പറയാം. ആനോഡിൽ Zn2+ഉം 2 ഇലക്ട്രോണുമായിട്ട് പുറത്തേക്ക് പോകുന്നു. കാഥോഡിൽ Cu2++2 ഇലക്ട്രോൺ Cu ആയിട്ട് മാറുന്നു. സെല്ലിൽ നടക്കുന്നത് Zn+Cu2+ ഗീവ്സ് Zn2++Cu എന്ന രീതിയിലാണ്. ഇവിടെ വരെ എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ പൂർത്തിയാകുന്നത്. സെൽ പ്രവർത്തനം വരെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ് എന്നറിയാമോ? നിഷ്ക്രിയ ഇലക്ട്രോലൈറ്റ് നിറച്ച U ആകൃതിയുള്ള ഗ്ലാസ് ട്യൂബാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് മാത്രം ആലോചിച്ച് വയ്ക്കുക. ഇവിടെ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ നമ്മൾ ഡാനിയൽ സെല്ലിൽ നോക്കിക്കേ, ZnSO4 ലായനിയും CuSO4 ലായനിയിലും ഇറക്കി വെച്ച ശേഷം സോൾട്ട് ബ്രിഡ്ജ് വെക്കുന്നു. എന്നിട്ട് വോൾട്ട് മീറ്ററും ഗാൽവനോമീറ്ററോ വോൾട്ട് മീറ്ററോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം. വൈദ്യുതപ്രവാഹ ദിശ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് Znൽ നിന്ന് Cuവിലേക്ക് ഒരു ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. താങ്ക് യു.